തൃശ്ശൂർ എല്ലാവരും കാത്തിരിക്കുന്ന തൃശ്ശൂർ മണ്ഡലത്തിന്റെ അനാലിസിസ് ആണ്. തൃശ്ശൂർ കോർപ്പറേഷനിലെ 40ഓളം വാർഡ്, 42 വാർഡ് ചേർന്നാണ് ഈ മണ്ഡലം. വേറെ ലോക്കൽ ബോഡീസ് ഇല്ല. ഡേറ്റ തൃശ്ശൂർ കോർപ്പറേഷൻ ഇത്തവണ UDF പിടിച്ചെടുക്കിയ കോർപ്പറേഷൻ നല്ല മാർജിൻ ജയിച്ചാണ്. അതുകൊണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ UDF 49,000 വോട്ട്, LDF 33,000 വോട്ട്, NDA 24,000 വോട്ട്, അതേഴ്സ് സ്വതന്ത്രം 14,000 വോട്ടുണ്ട്. കൗൺസിലർമാരെ നോക്കുകയാണെങ്കിൽ UDF 25 കൗൺസിലർമാരുള്ളപ്പോൾ LDF 8ഉം BJP 6ഉമാണ്, അതേഴ്സ് 1. ഇതിൽ ആകെയുള്ളൊരു വ്യത്യാസം ഈ BJPക്ക് വേണ്ടി മത്സരിക്കുന്ന കോൺഗ്രസിൽ നിന്ന് വന്ന പത്മജ വേണുഗോപാലാണ്. അപ്പോൾ നാച്ചുറലി പുള്ളിക്കാരി കുറെ വോട്ട് അട്രാക്ട് ചെയ്യുന്നത് UDF-ൻ്റെതാണ്. പിന്നെ BJPയുടെ വോട്ട് 24,000 നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. കാരണം അതിനകത്ത് 4 വാർഡുകൾ BDJS കൊടുത്തുകൊണ്ട് വോട്ട് ഷെയർ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്ഥാനാർത്ഥി തന്നെ അങ്ങനെ ഒരു പാളിച്ചകളിൽ കൊണ്ടുവന്ന ഒരു 28-30,000 വോട്ട് പാർട്ടി വോട്ട് എന്തായാലും BJPക്ക് ഈ മണ്ഡലത്തിലുണ്ട്. അത് UDF-ലോട്ടായിരിക്കാം ആ സമയത്ത് പോയത്. പിന്നെ ശ്രീമതി പത്മജ വേണുഗോപാലിന് ഒരു 5,000-10,000 വോട്ട് പിടിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഒരു 40,000 വോട്ടോളം കഴിഞ്ഞ തവണ ശ്രീ സുരേഷ് ഗോപി നിൽക്കുമ്പോൾ അത്രയുമാണ് കിട്ടിയത്. 1, 2, 3 സ്ഥാനങ്ങൾ തമ്മിൽ 3,000 താഴെ വോട്ടിന്റെ വ്യത്യാസമുള്ളൂ. എല്ലാവരും 1,000-1,200 വോട്ടിനൊക്കെയാണ് ജയിച്ചത്. ഇത്രയും ടൈറ്റ് മണ്ഡലമാണ്. 3 പാർട്ടിക്കും വോട്ടുള്ളതാണ്. ഏകദേശം സുരേഷ് ഗോപി MLA ഇലക്ഷന് നിൽക്കുമ്പോൾ അതിന്റെ MP ഇലക്ഷൻ നിന്നപ്പോൾ അത് വോട്ട് കൂട്ടി. അദ്ദേഹം 20,000-15,000 കൂടുതൽ മാർജിനാണ് ജയിച്ചത്. ഈ മണ്ഡലത്തിൽ കിട്ടിയത് അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല, വ്യക്തിപ്രഭാവം കൊണ്ടാണ്. എന്നാലും പാർട്ടി വോട്ട് ഒരു 40,000 വോട്ട് ഉണ്ട് മണ്ഡലത്തിൽ. 40,000 വോട്ടിൽ എത്രയാണ് ഇനി? സത്യത്തിൽ UDF-ന്റെയും BJP-യുടെയും കാൻഡിഡേറ്റുകൾ ഭയങ്കര സ്ട്രോങ് ആണ്. മുൻ മേയറായിരുന്ന രാജമ്പല്ലനാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. ഇപ്പുറത്ത് പത്മജ വേണുഗോപാൽ വന്നതാണ്. അപ്പൊ UDF-ന്റെ വോട്ടുകളാണ് പിടിക്കുന്നത് ശ്രീമതി പത്മജ. LDF-ന്റെ സ്ഥാനാർത്ഥി ഇവിടെയുള്ള ഒരാളല്ല. അതുപോലെ LDF-ന് ഇത്രയും വോട്ടുള്ളപ്പം നേരത്തെയുള്ള VS സുനിൽകുമാറോ അദ്ദേഹമൊക്കെ നിൽക്കാനും ജയസാധ്യത വരെ ഉണ്ടായിരുന്നു. കാരണം UDF-ന്റെ വോട്ട് കുറഞ്ഞ് BJP-ലോട്ട് പോകും. ഇപ്പോൾ ഉള്ള പക്ഷേ LDF-ന്റെ വോട്ട് അങ്ങോട്ട് പോകുന്നുള്ളത് ആർക്കും ഒരു ധാരണ ഇല്ല. അത് പോകുന്ന പോലെ ഇരിക്കും മത്സരത്തിന്റെ വിജയം. എൻ്റെ ഇത് വളരെ ലീസ്റ്റ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പോലും ഈ കോൺഗ്രസിന്റെ വോട്ട് നല്ലപോലെ പിടിക്കുകയാണെങ്കിൽ പത്മജ വേണുഗോപാൽ ജയിക്കുമെന്നാണ് എൻ്റെ നിഗമനം. കോൺഗ്രസിന് അവിടെ വോട്ടുണ്ട്. കോൺഗ്രസിന്റെ വോട്ടാണ് ശ്രീമതി പത്മജ പിടിക്കുന്നത്. 10,000 വോട്ട് പുള്ളിക്കാരിക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ അത് പറ്റുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ലെ ഇത്രയും വർഷമായിട്ട് രാഷ്ട്രീയത്തിലുള്ളതും നാട്ടുകാരിയും കൂടെ ആണല്ലോ. അങ്ങനെയെങ്കിൽ അതൊരു വലിയൊരു അട്ടിമറി BJP നടത്താം. BJPയുടെ ഒരു 35,000 കോർ വോട്ടുണ്ട്, പ്ലസ് ഒരു 10,000 വോട്ട് കോൺഗ്രസിന്റെ പത്മജ വേണുഗോപാൽ പിടിക്കും. അങ്ങനെ BJP ഫസ്റ്റ് എത്താനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ സൈഡ് മാർജിന് സെക്കൻഡ്. എന്തായാലും LDF ഇത്തവണ 3ാം സ്ഥാനത്തേക്ക് പോകാനാണ് തൃശ്ശൂരിൽ സാധ്യത.